സുഹൃത്തുക്കളെ, ഇതുപോലെ നമ്മളെ കോളറിനോ അല്ലെങ്കിൽ കഴുത്തിനോ അല്ലെങ്കിൽ മുടിക്കോ എവിടെ പിടിച്ചിട്ട് ഈ രീതിക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 സെക്കൻഡുകൾ കൊണ്ട് അവരെ താഴെ ഇടാൻ പറ്റും. ആ രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നടുമുദ്ര എന്ന് പറയും. മുന്നേ നമ്മൾ ഈ മുദ്രനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് അവർ ഈ ഭാഗം കണ്ടോ, ഇവിടെ 2-3 മർമ്മാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് ഇപ്പോൾ കണ്ടോ, മെയിനായിട്ട് ഇതിൽ ഇപ്പോൾ ചെന്നിക്കുത്തൊക്കെ വരിക കാരണം എല്ലാവർക്കും അറിയണ്ടാവും ഈ പോയിന്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ നടുമുദ്ര വെച്ചിട്ട് കൈ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ, ഇവിടെ ഒന്നൊരു കുത്തിരിക്കണ്ടോ. ഇതേപോലെ കുത്തണില്ല, കാരണം ഇവിടെ ചെസ്റ്റ് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റാത്ത വേദന, അതുപോലെ തന്നെ പെട്ടെന്ന് ബോധം പോകും. അതൊരു പോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, ചെസ്റ്റ് ടച്ച് ചെയ്തെടുക്കണോ ഈ ഭാഗത്തേക്ക് ചെസ്റ്റ് കണ്ടോ ഒന്നുകൂടെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവർ പിടുത്തം മൂടും ചെയ്യും. മാത്രമല്ല അവരെ ബോധം പോകും, താഴെ വീഴും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുക. കാരണം അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. കാരണം ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ പോയിൻ്റ് കണ്ടോ. അപ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഇത് നടുമുദ്ര. കാരണം ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് ചെയ്യില്ല. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ചെസ്റ്റ് കണ്ടോ, ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മന പോലെയാണ് കണ്ടോ. ഇത് കറക്റ്റ് ഈ ഭാഗത്തേക്ക് ചെല്ലണതിനോട് കൂടിയിട്ട് ഉള്ളിലേക്ക് വേഗം എഫക്റ്റ് ചെയ്യും. ആ സ്പോട്ടിൽ താഴെ വീഴും. അപ്പോൾ ആ സ്പോട്ടിൽ താഴെ വീഴുക പറഞ്ഞു കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. പിന്നെ ഇന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അതിന് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്, അതിപ്പോൾ ഇവിടെ വിശദീകരിക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിടിച്ചാൽ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് 1-5 കൈ കൊണ്ട് പിടിച്ചാൽ 2 കൈ കൊണ്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല. 2 കൈ കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ഈസിയാണ്. അപ്പോൾ 2 കൈ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ പോയിൻ്റ് ഇതാണ് കണ്ടോ, ഈ ഭാഗത്തേക്ക് നമ്മൾ നടുമുദ്ര ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിൻ്റ് നിങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.